ഫേസ്ബുക്കിൽ വ്യാജന്മാർ മറ്റുള്ളവരുടെ പേരും ചിത്രവും ഉപയോഗിച്ച് പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് തട്ടിപ്പുകൾക്ക് കളം ഒരുക്കുന്നത് അറിയാത്തവരുണ്ടാകില്ല. താരതമ്യേന കുറച്ചുകൂടി സുരക്ഷിതം എന്ന് കരുതപ്പെട്ടിരുന്ന വാട്സാപ്പിലും ടെക് ക്രിമിനലുകൾ നുഴഞ്ഞുകയറി തുടങ്ങിയതോടെ ഹാക്കിംഗ് സാധാരണമാവുകയാണ്. കാനഡയിലും അമേരിക്കയിലും വ്യാപകമായി നടന്ന വാട്സാപ്പ് ഹാക്കിംഗ് അടുത്ത കാലത്തായി UK-യിൽ പതിവായി മാറിയതോടെ അനേകം UK മലയാളികളും ഇരകളാകുന്നുവെന്ന് റിപ്പോർട്ട്. ഫേസ്ബുക്കിൽ നിന്നും വ്യക്തിഗത വിവരങ്ങളാണ് സാധാരണ നഷ്ടമാകുന്നതെങ്കിൽ വാട്സാപ്പിൽ വ്യക്തി വിവരങ്ങൾക്കൊപ്പം ആ വ്യക്തിയുമായി സമ്പർക്കമുള്ള മറ്റ് നമ്പറുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. മിഡ്ലാൻഡ്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരം ഒരു സംഭവത്തിൽ ഒട്ടേറെ മലയാളികളുടെ വാട്സപ്പുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി വിവരം ലഭിച്ചു. കേരളത്തിലും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണ്. ഓരോ വ്യക്തിയും സ്വന്തം ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിൽ കൂടിയാണ് ഹാക്കർ എത്തുന്നത്. പരിചയമുള്ള നമ്പറിൽ നിന്നും എത്തുന്ന മെസ്സേജ് ആയതിനാൽ പലപ്പോഴും മുൻപിൻ നോക്കാതെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് ഹാക്കിങ്ങിന് ഇരയാക്കപ്പെടുന്നത്. കുട്ടിയുടെ ട്യൂഷൻ അധ്യാപകന്റെ നമ്പറിൽ നിന്നും എത്തിയ ഹാക്കർ താൻ അബദ്ധത്തിൽ ഒരു മെസ്സേജ് ഷെയർ ചെയ്തെന്നും അത് അതിലെ സന്ദേശം തിരികെ അയക്കാൻ പറഞ്ഞതോടെ സംശയം തോന്നാത്ത മലയാളി വീട്ടമ്മ SMS ആയി കിട്ടിയ OTP നമ്പർ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുകയായിരുന്നു. തത്സമയം തന്നെ ഇവരുടെ വാട്സപ്പ് ഹാക്കറുടെ പിടിയിലായി. വിവരചോരണമാകാം ഇത്തരത്തിൽ ഹാക്കറുടെ പ്രധാന ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ. ഹാക്ക് ചെയ്യപ്പെട്ട ഫോണിൽ ഫീഡ് ചെയ്യപ്പെട്ടിരുന്ന ഒട്ടേറെ നമ്പറുകളിലേക്കാണ് പിന്നീട് ഹാക്കറുടെ സന്ദേശമെത്തിയത്. ഹാക്ക് ചെയ്യപ്പെട്ട വിവരം വീട്ടമ്മ തന്റെ പ്രധാന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഉടൻ എല്ലാവരെയും അറിയിച്ചെങ്കിലും ഈ സന്ദേശം കാണാതെ പോയവർ വീണ്ടും ഹാക്കറുടെ പിടിയിലായിരിക്കുകയാണ്. വീട്ടമ്മയുടെ നമ്പറിൽ നിന്നാണ് ബാക്കിയുള്ളവരുടെ ഫോണുകൾ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വാട്സപ്പ് വഴി കൈമാറിയ ചാറ്റുകളുടെ ഫിൽറ്റർ ശേഖരണം വരെ ഇത്തരം ഹാക്കർമാരുടെ പിടിയിലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എപ്പോഴെങ്കിലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തുവാൻ വേണ്ടിയാകാം ഇത്രയും കഷ്ടപ്പെട്ട് ഹാക്കർമാർ ഫോണുകളിലേക്ക് നുഴഞ്ഞു കയറുന്നതെന്ന് കരുതപ്പെടുന്നു. ഫോൺ നമ്പറുകൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്ത് പണം സമ്പാദിക്കുന്ന പഴയകാല തട്ടിപ്പിൽ നിന്നും കൂടുതൽ അഡ്വാൻസ്ഡ് ആയ തരത്തിൽ പണസമ്പാദനത്തിനുള്ള വഴികളാണ് ഹാക്കർമാർ തേടുന്നതെന്ന് വ്യക്തമാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഓൺലൈൻ ബാങ്കിംഗ് നടത്തുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഹാക്കർക്ക് എത്തുക അത്ര പ്രയാസമായിരിക്കില്ല. ഓൺലൈൻ ബാങ്കിംഗ് നടത്താത്തവരെ പോലും അതിന് നിർബന്ധിക്കുന്ന വിധത്തിലേക്ക് ബാങ്കിംഗ് സംവിധാനം മാറിയതോടെ ഹാക്കർമാരുടെ ഇരകളാകാൻ ഏതൊരാളും വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. എത്ര സൂക്ഷ്മതയോടെ ഫോണുകൾ കൈകാര്യം ചെയ്താലും സ്മൂഫിംഗ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഹാക്കിംഗ് നിത്യജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അമേരിക്കയിൽ വാട്സപ്പ് ഹാക്കിംഗ് ചെയ്യപ്പെട്ടവരുടെ ഓരോ പൗരനും ഹാക്കിങ്ങിന് വിധേയരാകാനുള്ള സാധ്യതയാണ് FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.